എല്ലാവരുടെ കയറാണ് സ്ഥലം ഇല്ലേ? മതിയല്ലോ, മതിയല്ലോ. അമ്പലത്തിൽ കിട്ടുന്ന നെയ്യാണത്. അമ്പലത്തിൽ ഭക്തർ കൊടുക്കുന്ന നെയ്യ്. കരിയുണ്ട്. കരി ഉണ്ടാക്കി വെച്ചേക്കോ. AC കാണണ്ടാണ്. അരുണ കരി മുണ്ടടിച്ചു. പിന്നെ ഇതാണ് ഭക്ത ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗണേശഭക്തന്മാർക്ക് കൊടുക്കുന്ന ആ ചക്കല്ല, അമ്പലത്തിന്റെ അകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം മറിച്ചു വിൽക്കുന്ന കേന്ദ്രം കൂടിയാണിത്. ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത്. ഇവിടുത്തെ കടക്കാർക്ക് തന്നെ ഇത് കൊടുത്തിട്ട് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ സാധനങ്ങളുടെ എല്ലാം എടുത്ത് വെളിയിലോട്ട്. ഇത് മുഴുവൻ നെയ്യേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. ക്വാളിറ്റിയുള്ള നെയ്യെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് കടകളിൽ കൊടുക്കുക. അപ്പം ഭക്തജനങ്ങൾ കൊടുക്കുന്നതൊന്നും ഗണപതിക്കെത്തുന്നില്ല, ശിവനെത്തുന്നില്ല, ബാക്കിയുള്ള തിരുവൂരിലൊന്നും എത്തുന്നില്ല. ഇതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്ന ഏയും മറ്റ് ജീവനക്കാർക്കെല്ലാം അതിന്റെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് അഴിമതിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. ഇത് ചന്ദനമാണോ കക്കൂസി കൊണ്ട് തയ്യാറാക്കി ബംഗാളികളെ കൊണ്ട് തയ്യാറാക്കുന്നു. ഭഗവാന്റെ അമ്പലത്തിലെ തിരി ഇവിടെ കിട്ടുന്നത് എല്ലാം ഇവിടെ കൊണ്ടുവന്നു. അമ്പലത്തിലെ സാധനം അമ്പലത്തിലുണ്ടോ? ഇതെന്തു സാറേ? ആരുടെ കുടുംബത്തെ കണ്ടോ മാഡം? ഇതെന്താണ് മാഡം പറയൂ? ഇത് അമ്പലത്തിലെ എന്താണ് അങ്ങോട്ട് തിരികെ ഇത് ദേവസ്വത്തിന്റെ സ്വത്തുകളാണ്. ബോട്ടിലുണ്ടോ ഈ പൂജാ സാധനങ്ങൾ ചെയ്യുന്നത്? കണ്ടോ? ഇതാണ് ഇവിടെ കണ്ടത്. കണ്ടോ? മദ്യമാണ് കഴിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് മദ്യം കണ്ടല്ലോ. കൊട്ടാരക്കര ദേവസ്വം കൊട്ടാരക്കര ദേവസ്വം ഇപ്പൊ മനസ്സിലായോ? ആയിരക്കണക്കിന് മദ്യക്കുപ്പികൾ. എന്താ സാറേ